വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഒരു പാലട പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയായി, എന്നാൽ സിമ്പിളായി നമുക്ക് വളരെ ടേസ്റ്റിയായി കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലൊരു നല്ല പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഒരു പാലട, മലബാർ പാലട മിക്സും പിന്നെ ഒരു 500 ml പാലുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 ഗ്ലാസ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെറിയ പാൻ വെച്ചാൽ മതി. അതിലേക്ക് നമ്മൾ 500 ml പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4 ഗ്ലാസ് പായസത്തേക്ക് 1 ഗ്ലാസ് പാലട, ആ റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള 4 ഗ്ലാസ് പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ 1 ഗ്ലാസ് പാലട എടുക്കണം. ഈ പാലട നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. ഈ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ 1 ഗ്ലാസും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച പാലട അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ പാലട നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച പാലടിയില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളമൊക്കെ നന്നായി ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ തൊണ്ടെടുക്കണില്ല, അതിൻ്റെ ഉള്ളിലത്തെ സ്വീഡ് മാത്രമാണ് എടുക്കണത്. ഇത് 2 കുത്തു കുത്തിയാൽ സെപ്പറേറ്റായി കിട്ടും. നന്നായി പൊടിച്ചതിന് ശേഷം ആ പൊടി എടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഇതും കൂടിയും പായസത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഷുഗറാണ്. നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കിതിൽ കുറച്ച് മധുരം കുറവായി തോന്നി, അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടി മധുരം ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഷുഗർ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പാല് അടി പിടിക്കാതെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂ ഇട്ട് കൊടുത്തു. ഇതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്രൗണിഷ് കളർ ആയതിന് ശേഷം നമ്മളിതെടുത്ത് പായസത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഫൈനലി നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ പാലട പ്രഥമൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു ഡിഷാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക് യു.